കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ല. ഈ ഓണത്തിന് ശമ്പളം ഒരുമിച്ച് നൽകും, ഇന്നത്തെ ദിവസം നൽകുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ശമ്പളമോ ഓണം ആനുകൂല്യങ്ങളോ കിട്ടാതായിട്ടുണ്ടെങ്കിൽ അത് KSRTC ജീവനക്കാർ മാത്രമാണ്. ഇത്രയും കാലം ഈ 8.25 വർഷവും കൃത്യമായി ശമ്പളം കിട്ടാതെ ഒരു ദിവസം പോലും പണി മുടക്കാതെ ജോലിക്ക് പോയിട്ടുള്ളവരാണ് KSRTC ജീവനക്കാർ. ഈ ഓണക്കാലത്ത് അവർ വീട്ടിലോട്ട് പോയി എന്ന് പറയും. നാളെയും മറ്റന്നാളും കൂടെ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 2 ദിവസം ശമ്പളം കിട്ടുമെന്നോ ബോണസ് കിട്ടുമെന്നോ എല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന വീട്ടുകാരോട് എന്ത് മറുപടിയാണ് KSRTC ജീവനക്കാർ പറയുന്നത്? ഇതുകൊണ്ട് നമ്മളൊരു സമരത്തിലേക്ക് പോകുന്ന പണിമുടക്കമല്ലാതെ കൂട്ട അവധിയെടുത്ത് ഒരു സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക. ഞങ്ങൾ ഒരിക്കലും ഓണക്കാലത്ത് ബസ് ഓടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റുമാണ്. എന്തുമായിക്കൊള്ളട്ടെ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഇന്നത്തെ ദിവസം രാവിലെ ശമ്പളം കൊടുക്കുമെന്നാണ് എല്ലാം പറഞ്ഞിരുന്നത്. ഇനി ഇന്ന് കൂടെ കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളുമാണ്. ഈ വേഴനും വെള്ളിയും കഴിഞ്ഞാൽ പിന്നെ ഓണം ആരംഭിക്കുകയാണ്, ഉത്രാടം ആരംഭിക്കുകയാണ്, ഒന്നാം ഓണം ആരംഭിക്കുകയാണ്. ഇതുപോലൊരു സർക്കാർ ഈ കഴിഞ്ഞ വർഷം പോലും തൊഴിലാളി യൂണിയനുകളുമായി വിളിച്ച് ചർച്ച നടത്തിയിരുന്നു. ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ആനുകൂല്യങ്ങൾ വളരെ കുറവാണ്. ആ ആനുകൂല്യങ്ങൾ തന്നെ വീണ്ടും കൊടുക്കുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ ആ പ്രതിഷേധമാണെങ്കിൽ പോലും ഉള്ളതെങ്കിലും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഏകദേശം TDF-ൽ തന്നെ ഏകദേശം 5000-ലേറെ ജീവനക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ TDF എന്നുള്ള നിലയ്ക്കല്ല. ഈ ഓണക്കാലത്ത് വീട്ടുകാരെ അറിഞ്ഞിരിക്കാൻ കഴിയാത്ത മുഴുവൻ ജീവനക്കാരും, ഓണക്കാലത്ത് കടം വാങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന മുഴുവൻ ജീവനക്കാരെയും ചേർന്നുള്ള ഒരു സമരത്തിനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. സമരം എന്നുള്ള നിലയ്ക്കല്ല, ഞങ്ങൾ അവധിയെടുക്കുക. ഇത്രയെങ്കിലും ഈ 8 വർഷക്കാലം ശമ്പളം കിട്ടാതിട്ടും ഒരു പണിമുടക്ക് പോലും നടത്താത്ത തൊഴിലാളി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഞങ്ങൾ നമ്മുടെ ജീവനക്കാരിൽ പിടിക്കുന്ന തുക പോലും യഥാസ്ഥലങ്ങളിൽ അടയ്ക്കുന്നില്ല. ഇപ്പോൾ നാഷണൽ പെൻഷൻ ഫണ്ട് സ്കീമിലേക്ക് പൈസ പിടിക്കാൻ അത് കൃത്യമായി അടയ്ക്കുന്നില്ല. LIC-യിലേക്ക് പിടിക്കുന്നു, അടയ്ക്കുന്നില്ല. നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ അത് മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എത്ര യൂണിറ്റ് വാങ്ങാൻ സാധിക്കും? അതായിരിക്കില്ല പിന്നെ ഇവർ അടയ്ക്കുന്ന സമയത്ത് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആ ഭീമമായ നഷ്ടം അവർക്കുണ്ടാവും. മാത്രമല്ല നമ്മുടെ KST കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മിക്കവാറും ആളുകൾ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോണിൻ്റെ EMI എല്ലാ മാസവും മാനേജ്മെൻറ്റ് പിടിക്കുക. പക്ഷെ അത് അവരെ അടയ്ക്കുന്നില്ല. ജീവനക്കാർ മുഴുവനും ജപ്തി ഭീഷണിയിലാണ്. അപ്പോൾ പലിശയും ഇതെല്ലാം കൂടെ കൂടി അവൻ്റെ ബാധ്യത കൂടുക. ഒരു ഭാഗത്ത് ജീവനക്കാരിൽ പിടിക്കുന്ന പൈസ യഥാസ്ഥലങ്ങളിൽ അടയ്ക്കുന്നില്ല. വേറൊരു ഭാഗത്ത് 30 ദിവസം ജോലി ചെയ്യുന്ന തൊഴിലാളി കൃത്യമായ ശമ്പളം കൊടുക്കുന്നു. ഈ ഒരു വലിയ പ്രതിസന്ധിയാണ്. അത് സമൂഹവും കൂടി അത് ഉൾക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഒരു ഓണക്കാലത്ത് ബസ് ഓടാതിരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാരാണ് ഇനി മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ സർക്കാർ മുൻകൈ എടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.